أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഒരു സമൂഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്നത് അവരുടെ കുട്ടികളാണ്. അവരുടെ കണ്ണുകളിലെ തിളക്കമാണ് നാളെയുടെ വെളിച്ചം. ധാർമ്മികതയുടെയും വിശ്വാസത്തിന്റെയും കരുത്തിൽ ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നത് ചരിത്രപരമായ ഒരു നിയോഗമാണ്. അതെ, 12 ലക്ഷത്തോളം വരുന്ന അംഗങ്ങൾ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബാലസംഘടന സമസ്ത കേരള സുന്നി ബാലവേദി SKSBV കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളിൽ ഉറച്ചുനിന്ന് ബഹുമാന്യരായ മദ്രസ ഉസ്താദുമാരുടെ തണലിലായി സംസ്കാര സമ്പന്നരായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഈ പ്രസ്ഥാനം വഹിച്ച പങ്ക് നിസ്തുലമാണ്. മദ്രസ മുറ്റങ്ങളിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ നാനാ തുറകളിലേക്ക് പടർന്നു പന്തലിച്ച ഈ പ്രസ്ഥാനത്തിന്റെ നാളുവഴികളിലൂടെ കാലം 1993. വിദ്യാർത്ഥികളിൽ അധാർമിക പ്രവർത്തനങ്ങൾ കണ്ടുവരുന്ന ഘട്ടം. ഇതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. അങ്ങനെ 1993 ഡിസംബർ 26 ചേളാരിയിൽ വെച്ച് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഐതിഹാസിക സമ്മേളനത്തിൽ വെച്ച് ആ ചരിത്ര പ്രഖ്യാപനം നടന്നു. സമസ്തയുടെ ഒരു കീഴ്ഘടകമായി SKSBV രൂപീകൃതമായി. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് വ്യക്തമായ ഭരണഘടനയും കൃത്യമായ അച്ചടക്കവുമുള്ള ഒരു മഹാസംഘമായി അത് വളർന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലിന്റെ തണലിൽ വളരുന്ന ഈ വൃക്ഷത്തിന് ഇന്ന് ശാഖകളേറെയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. 19 ജില്ലാ കമ്മിറ്റികൾ, 500-ലധികം റേഞ്ച് കമ്മിറ്റികൾ, 10,000-ൽ പരം യൂണിറ്റുകൾ. കേരളത്തിന് പുറത്തേക്കും ഇതിന്റെ വേരുകൾ പടർന്നിരിക്കുന്നു. പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ 4 പ്രധാന വിങ്ങുകളാണ് സംഘടനയ്ക്ക് കരുത്തേകുന്നത്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അലിഫ്, വിദ്യാർത്ഥികളിൽ ആത്മീയ ചൈതന്യം നിറയ്ക്കുന്ന അദബ്, പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്ന ടെക് അഡ്മിൻ, സേവനത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിക്കുന്ന ഖിദ്മ. ക്ലാസ് മുറികൾക്ക് പുറത്തും SKSBV സജീവമാണ്. വർഷം തോറും നടപ്പിലാക്കുന്ന വൈവിധ്യമാർന്ന പദ്ധതികൾ ഇതിന് തെളിവാണ്. ജനുവരി 26 ബാല ഇന്ത്യ, ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ പുലരി, റബി ക്യാമ്പയിൻ, റമലാൻ ക്യാമ്പയിൻ, ഇഖ്റ ഖുർആൻ ടാലന്റ് ഷോ, ജ്ഞാനതീരം ടാലന്റ് സെർച്ച്, ജലദിന ക്യാമ്പയിൻ, പരിസ്ഥിതി ക്യാമ്പയിൻ, അങ്ങനെ നീളുന്നു ആ പട്ടിക. സംഘടനയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായിരുന്നു 2018 സിൽവർ ജൂബിലിയും 2023 30ാം വാർഷികവും. നന്മ കൊണ്ട് നാടൊരുക്കാം, വിദ്യ കൊണ്ട് കൂടുതീർക്കാം എന്ന സന്ദേശവുമായി മലപ്പുറത്ത് നടന്ന സിൽവർ ജൂബിലി സമ്മേളനവും അദബ്, അറിവ്, അർപ്പണം എന്ന പ്രമേയത്തിൽ 10,000-ഓളം വരുന്ന വിദ്യാർത്ഥി പ്രതിനിധികളെ അണിനിരത്തി കോഴിക്കോട് നടന്ന 30ാം വാർഷികവും സംഘടനയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു. മഹാന്മാരായ സയ്യിദന്മാരുടെയും ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഉസ്താദുമാരുടെയും സാന്നിധ്യവും നിർദ്ദേശവുമാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. 1993 മുതൽ 2008 വരെ നീണ്ട 15 വർഷം പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു പ്രസ്ഥാനത്തെ നയിച്ചത്. തുടർന്ന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് മൊഈൻ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് അസിൽ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് റാജിഹ് അലി ശിഹാബ് തങ്ങൾ എന്നിവർ വിവിധ കാലഘട്ടങ്ങളിലായി അധ്യക്ഷ പദവി അലങ്കരിച്ചു. കൂടാതെ അലവിക്കുട്ടി ഫൈസി മുതുവല്ലൂർ, ഷാഫി എലത്തൂർ, മിഥിലാജ് കിടങ്ങഴി, റഷീദ് മുണ്ടേരി, ഷംസാദ് സലീം കരിങ്കലത്താണി, ഷെഫീഖ് മണ്ണഞ്ചേരി, അഫ്സൽ രാമന്തളി, റബിഉദ്ദീൻ വെന്നിയൂർ,
ഷാഫി ധോരക എന്നിവർ ജനറൽ സെക്രട്ടറിമാരായും അബ്ദുൽ ഖാദർ മൗലവി, വയം അഹമ്മദ് കുട്ടി മൗലവി, മജീദ് മാസ്റ്റർ കൊടക്കാട്, ഷംസാദ് സലിം കരിങ്കലത്താണി, ഷെഫീഖ് മണ്ണഞ്ചേരി, അമീൻ തിരുവനന്തപുരം, മനാഫ് കോട്ടോപ്പാടം, അസ്ലഹ് മുതുവല്ലൂർ, ജസീബ് വെളിമുക്ക് എന്നിവർ ട്രഷറർമാരായും സംഘടനയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവരാണ്. അബ്ദുൾ റസാഖ് ബുസ്താനി, എസ് വി മുഹമ്മദ് അലി മാസ്റ്റർ, ഷാവുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, നാസർ ഫൈസി കൂടത്തായി, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദിവി, ഓണംപിള്ളി മുഹമ്മദ് ഫൈസി, സത്താർ പന്തല്ലൂർ, സയ്യിദ് മൊയ്നലി ശിഹാബ് തങ്ങൾ, മിദ്ലാജ് കിടങ്ങഴി, പി കെ അബ്ദുൽ ഖാദിർ അൽ ഖാസിമി, പി ഹസൈനാർ ഫൈസി തുടങ്ങിയവർ ചെയർമാൻ കൺവീനർമാരായ ഉപദേശക സമിതികളുടെ മേൽനോട്ടവും സംഘടനയ്ക്ക് കരുത്തേകിയിട്ടുണ്ട്. 2024 മെയ് മുതൽ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ പുത്രൻ സയ്യിദ് മിയാസ് അലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും, അർഷാദ് കുറ്റിക്കടവ് ജനറൽ സെക്രട്ടറിയും, കോഴിക്കോട് കാലി സയ്യിദ് മുഹമ്മദ് കോയ ജമലുലലി തങ്ങളുടെ പുത്രൻ സയ്യിദ് അലിയുനൈസ് ജമലുലലി തങ്ങൾ ട്രഷററുമായ കമ്മിറ്റിയാണ് സംഘടനയെ നയിക്കുന്നത്. പാണക്കാട് സയ്യിദ് നിയാസ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനും അനീസ് ഫൈസി മാവണ്ടിയൂർ കൺവീനറുമായ ഉപദേശക സമിതിയുടെ കരുത്തുറ്റ പിന്തുണ ഇന്ന് പ്രസ്ഥാനത്തിനുണ്ട്. വിദ്യാർത്ഥികളിൽ സംഘബോധത്തിന്റെ ബാലപാഠം പകർന്നു നൽകിയും കലയെയും സാഹിത്യത്തെയും ദീനിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് പരിപോഷിപ്പിച്ചും SKSBV മുന്നോട്ട് കുതിക്കുകയാണ്. ഗുരുശിഷ്യ ബന്ധം ഊട്ടിയുറപ്പിച്ച് ഐഹികവും പാരത്രികവുമായ വിജയത്തിനായി പരിശുദ്ധ ദീനിന്റെ പതാകവാഹകരായി ഒരു പുതുതലമുറ ഇവിടെ വളരുകയാണ്. നന്മയുടെ വസന്തം തീർത്ത് അറിവിന്റെ വെളിച്ചം പകർന്ന് അവർ നാളെയുടെ പ്രതീക്ഷകളാകുന്നു. അതെ, ഇത് SKSBV, തലമുറകളുടെ വെളിച്ചം, വിശ്വാസത്തിന്റെ കരുത്ത്.